സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയിൽ ഏറ്റവും വിലയേറിയ സ്റ്റണ്ട് കൊറിയോഗ്രാഫറാണ് പീറ്റർ ഹെയ്ൻ. ഡേറ്റ് ഇല്ലാത്തതിനാൽ ഒരു വർഷം പല വമ്പൻ ചിത്രങ്ങളും പീറ്റർ ഹെയ്ൻ നിരസിക്കാറുണ്ട്. ശങ്കറിന്റെ ഐ ഇതിനൊരു ഉദാഹരണം മാത്രം. ബാഹുബലി ഫസ്റ്റിന്റെ ഷൂട്ടിംഗ് തിരക്കുകളായതിനാലായിരുന്നു പീറ്റർ ഹെയ്ൻ ഐ നിരസിച്ചത്. ഐ ചിത്രത്തിന്റെ ഫൈറ്റ് സീക്വൻസുകളിൽ ഈ കുറവ് ഉണ്ടായിരുന്നു താനും. പല വമ്പൻ ചിത്രങ്ങളും യാതൊരു മടിയുമില്ലാതെ നിരസിക്കുന്നയാളാണ് പീറ്റർ ഹെയ്ൻ. വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രം കമ്മിറ്റ് ചെയ്ത് ചെയ്യുന്ന ചിത്രങ്ങളിൽ കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അങ്ങനെയുള്ള പീറ്റർ ഹെയ്ൻ ഇപ്പോൾ ലാലിസത്തിൽ ശരിക്കും വീണെന്നാണ് തോന്നുന്നത്. കാരണം അടുപ്പിച്ച് 3 മോഹൻലാൽ ചിത്രങ്ങളാണ് പീറ്റർ ഹെയ്ൻ കമ്മിറ്റ് ചെയ്തത്. ആദ്യം പുലിമുരുകൻ ചിത്രത്തിലൂടെ മികച്ച സ്റ്റണ്ട് കൊറിയോഗ്രാഫർക്കുള്ള ദേശീയ അവാർഡ് പീറ്റർ ഹെയ്ൻ നേടിയിരുന്നു. ഇപ്പോൾ അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന മോഹൻലാൽ ചിത്രം വില്ലൻ്റെയും ഫൈറ്റ് മാസ്റ്റർ പീറ്റർ ഹെയ്നാണ്. മഹേഷ് ബാബുവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വമ്പൻ ചിത്രമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പൈഡർ എന്ന ചിത്രത്തിൻ്റെ തിരക്കുകൾക്കിടയിലുമാണ് പീറ്റർ ഹെയ്ൻ വില്ലനിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ ഒടിയൻ്റെയും ഫൈറ്റ് മാസ്റ്റർ പീറ്റർ ഹെയ്ൻ തന്നെ. മഹാഭാരതയിലും ഫൈറ്റ് മാസ്റ്റർ പീറ്റർ ഹെയ്ൻ തന്നെ ആയിരിക്കുമെന്നാണ് സൂചന. തമിഴിലെയും തെലുങ്കിലെയും പല വമ്പൻ ചിത്രങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് പീറ്റർ ഹെയ്ൻ ഈ ചിത്രങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഷകളെ അപേക്ഷിച്ച് ബഡ്ജറ്റിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് മലയാള സിനിമ സാങ്കേതികതയ്ക്ക് മാറ്റിവെക്കുന്നത്. എന്നിട്ടും പീറ്റർ ഹെയ്ൻ ഈ ചിത്രങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ നിന്നും കിട്ടിയ പ്രേക്ഷകരുടെ സ്നേഹമാകാം. ഒപ്പം പീറ്റർ ഹെയ്ൻ തന്നെ പറഞ്ഞ പോലെ മോഹൻലാലിനോട് അദ്ദേഹത്തിന് തോന്നിയ മതിപ്പും ബഹുമാനവും ആകാം. മലയാളികളെപ്പോലെ തന്നെ ശരിക്കും ലാലിസത്തിൽ വീണിരിക്കുകയാകാം പീറ്റർ ഹെയ്നും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.